ഹായ് ഹലോ നമസ്കാരം. മൂന്നാൾ നിൽക്കുന്നുണ്ട്. സുന്ദരിമണി, കാശിനാഥ്, നജികേത്. സുന്ദരിമണി ശിവരുദ്ര. എന്താ സന്തോഷം. ഇന്നൊരു പരിപാടിയാണ് കേട്ടോ. ഞങ്ങൾക്കിന്നൊരു ഫങ്ഷൻ ഉണ്ട്. ഇപ്പം കാണിച്ചു തരാം കേട്ടോ. അതാ സുന്ദരിമണിയുടെ വക ആദ്യം കാശിനാഥിനെ ഡ്രസ്സ് അത് കൊടുത്തതാ. ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, അതായിരിക്കും. അതാ നജികേതിനെ. അപ്പം രണ്ടാളുണ്ട് കേട്ടോ. അപ്പം ഇന്ന് രണ്ടാളുടെയും പിറന്നാളാണോ, അതായത് ഇതിൽ ആരെയാണ് പിറന്നാൾ, അപ്പം അതറിയാൻ വേണ്ടി വീഡിയോ ഫുള്ള് കാണണം. ഇടത്തി കൊടുക്കേണ്ടത് കാശിനാഥിൻ്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ കാശിനാഥ്. കുറേ മുട്ടായൊക്കെ നിരത്തിച്ച് സെറ്റപ്പ് പരിപാടിയാണല്ലോ. അളിയന്നെ ഇടത്തി, പിന്നെ അത് മൂന്നാൾക്കാർ, മോള്, കുഞ്ചക്കൻ, ജാങ്ക്രു. അപ്പോൾ ജാങ്ക്രുവിൻ്റെയാണ് പിറന്നാൾ. ജാങ്ക്രു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാശിനാഥാണ് കേട്ടോ. മൂത്താളുടെ പേര് കാശിനാഥ്, രണ്ടാമത്തെ ആളുടെ പേര് നജികേത്. കേക്ക് മുറിക്കുന്നത് നല്ല അടിപൊളി വൈറ്റ് ഫോറസ്റ്റ് മോഡൽ കേക്കാണ്. കേക്ക് അടിപൊളിയായി, അധികം ക്രീമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. മുന്നേ പ്രാവശ്യം നല്ല വില കൂടിയ കേക്കിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വാങ്ങിച്ചിട്ട് വെള്ള കാറിന് മുകളിൽ മൊത്തം ഓറഞ്ച് കളറായി. കുറേ വില കൊടുത്തിട്ട് കാര്യമില്ല. ഉള്ള കേക്കിൽ ക്രീമൊക്കെ കുറച്ചിട്ട് നല്ല സാധനം ഉപയോഗിക്കുക. ഞാൻ മോളുടെ പിറന്നാളിനൊക്കെ നമ്മുടെ ചാവക്കാട് സോനയിൽ നിന്നിട്ട് കേക്ക് വാങ്ങാറ്. അവിടെ അങ്ങനെ അധികം പശവശപ്പൊന്നുമില്ല. ഒരു 550 രൂപ റേഞ്ചിലൊക്കെ ഒരു കിലോ വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പം അത് കയ്യുമ്പോൾ അധികം അങ്ങനെ പശ പിടിക്കൊന്നുമില്ല. നല്ല ക്രീമാണ്, ക്വാളിറ്റി ഇല്ലാത്ത ക്രീമാകുമ്പോഴാണ് ആകെ പരക്കുക. അത് ഈ കൂടുതൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വന്ന കേക്കിലാണ് കണ്ടേക്കുന്നത് കേട്ടോ. നല്ലത് ഉണ്ടാക്കണവരുണ്ട്. ഇവർ വീട്ടിൽ നിന്ന് ഏൽപ്പിച്ച് കൊടുക്കുന്ന കേക്കാണിത്. ഇത് അടിപൊളി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കേക്ക് എവിടെ നിന്ന് ഉണ്ടാക്കിയെന്നൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ. ഇതാ ഇടത്തിയും അളിയനും കൂടി 2 പേർക്കും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ കുഞ്ഞിച്ചക്കൻ ജാങ്ക്രുവിന് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇടത്തി വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇടത്തി കുഞ്ഞിച്ചക്കന് കൊടുത്തിട്ടുണ്ട്. നേടത്തി തങ്ങി കുഞ്ഞിപ്പെണ്ണിനെ കൊടുത്തു. നാളിയേതാ കുഞ്ഞിപ്പെണ്ണിനെ കൊടുക്കണു. കുഞ്ഞിപ്പെണ്ണ അതെടുത്തിട്ട് ജാങ്ക്രുവിനെ കൊടുക്കുന്നുണ്ട്. ദേവട്ടി അവിടെ, ദേവട്ടിനെ കാണാമല്ലോ. ഞാൻ ഇല്ലാട്ടോ ഈ പരിപാടിക്ക്. എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫ്രണ്ടിൻ്റെ മോളുടെ കുട്ടിയുടെ പിറന്നാൾ. അപ്പോൾ ഞാൻ അവിടെയായിരുന്നു. ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ദേവട്ടി സുന്ദരിമണിയാണ്. എന്താ നമ്മുടെ അച്ഛമ്മായി വന്നിട്ടുണ്ട്. അച്ഛമ്മായി വന്നിട്ട് ഇതാ കേക്ക് മുറിക്കണു. സുന്ദരിമണീനെ വിളിക്കണം. നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിലെ വിഷ്ണുവിൻ്റെ പെങ്ങളാണ് കേട്ടോ. ദേവുട്ടിയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വീട്ടത്തെ. ജാങ്ക്രു കേക്കിൽ കളിക്കണ്ടല്ലോ. നല്ല കുസ്തി ഇറങ്ങുന്നത്. ദേവട്ടി എവിടെയായിരുന്നു? മുടിയൊക്കെ നല്ല സ്പെഷ്യൽ കട്ടിങ് ഒക്കെ കെട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ദേവട്ടി. നമ്മുടെ പ്രേമലിയിലത്തെ കട്ടിങ്ങാണ് ഇട്ടത്. ലൈവിൽ വരുമ്പോൾ ഇടയ്ക്ക് ഓരോരുത്തരൊക്കെ ഇത് നമ്മുടെ പഞ്ചാബി ഹൗസിലെ രമണൻ്റെ മുടി കൊള്ളുന്നുണ്ട് കളിയാക്കാറുണ്ട്. എന്നാലും ദേവട്ടി അടിപൊളി തന്നെയാണ്. ദേവട്ടിയും കേക്ക് തിന്നിട്ട് സുന്ദരിമണിക്ക് കൊടുക്കണം കേട്ടോ. അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ദേവട്ടിയും കുറച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പം എടുക്കണത് വിഷ്ണുവിൻ്റെ പെങ്ങളാവാനാണ് സാധ്യത. കേക്ക് അത്യാവശ്യം ബാക്കിയുണ്ട്. നല്ല അടിപൊളി മുട്ടായികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പങ്കുവയ്ക്കാനുള്ള മുറിക്കലാണ് കേട്ടോ, മുറിക്കാൻ പോണ്. അപ്പോൾ ഇത് എത്രാമത്തെ പിറന്നാളാണെന്നറിയോ? ഇത് നമ്മുടെ കാശിനാഥിൻ്റെ 6ാമത്തെ പിറന്നാളാണ് കേട്ടോ. ഇനി 1ാം ക്ലാസ്സിലേക്കാണ്. സ്കൂൾ തുറന്ന കാശിനാഥ് 1ാം ക്ലാസ്സിലേക്ക് ആണ്. മിൽക്കി ബാർ, കിക്കറ്റ്, പിന്നെ ചെറിയ ചെറിയ മുട്ടായികൾ. കൈ നല്ല പരിചയമുണ്ടല്ലോ. ആരെ കയ്യാ പറയും. വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഈ കൈ മനസ്സിലാവുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ജാങ്ക്രു കുഞ്ചക്കന രണ്ടാളും ഒരേപോലത്തെ ഡ്രസ്സ് ആയതുകൊണ്ട് ആരാന്നും മനസ്സിലാവണില്ല. മുഖം കാണിക്കൂ. ഇപ്പോൾ കേക്കാണ് ഫോക്കസ് ചെയ്തേക്കണം കേട്ടോ. ഇവർ എന്താ പറയുക, ആ ഭാഗത്തുള്ള എല്ലാ വീട്ടിലും കൊടുക്കും. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണെങ്കിൽ ഫുള്ള് ഏട്ടനനിയന്മാർ മക്കൾ പോലെ തന്നെ എല്ലാവർക്കും കൊടുക്കണ പോലെ ഇവരുടെ അടുത്തടുത്ത് വീടുകളിൽ എല്ലാവർക്കും കൊടുക്കും കേട്ടോ. കേൾക്കും എന്ത് കാര്യമാണെങ്കിലും എല്ലാവർക്കും കൊടുക്കും. അത് നല്ല സ്നേഹവും സഹകരണം. നാട്ടിൻപുറത്ത് അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഷെയർ ചെയ്യും. വലിയ നഗരങ്ങളിൽ അപ്പുറത്ത് വീട്ടിലെന്താ ഇപ്പുറത്ത് വീട്ടിലെന്താന്ന് അറിയാത്ത പോലെ, അപ്പുറത്ത് പരിചയമില്ലാത്ത പോലത്തെ അവസ്ഥയല്ല. നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിച്ച് പരസ്പരം പരിചയപ്പെട്ട് ജീവിക്കണവരാ. ഈ കൈ ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കേക്ക് പങ്കുവയ്ക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പായസം കുടിച്ചു, സദ്യ കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കാശിനാഥിൻ്റെ അടിപൊളി പിറന്നാൾ